റീജിയണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1-ൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഹീറ്റ്, പിന്നെ ഹീറ്റിൻ്റെ യൂണിറ്റുകൾ എന്തെല്ലാമാണ്, ഹീറ്റ് മൂലമുണ്ടാകുന്ന എഫക്റ്റുകൾ എന്തെല്ലാമാണ്, എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തെർമൽ കപ്പാസിറ്റിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ ടെമ്പറേച്ചർ എന്താണ്, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ്, ടെമ്പറേച്ചർ കൺവേർഷനാണ് ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ ദ കണ്ടൻസ് ആർ ഹീറ്റ്, യൂണിറ്റ് ഓഫ് ഹീറ്റ്, സ്പെസിഫിക് എഫക്റ്റ് ഓഫ് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കപ്പാസിറ്റി, ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൺവേർഷൻ. ഓക്കെ, ആദ്യമായി ഹീറ്റ് എന്താണെന്ന് നോക്കാം. ഹീറ്റ് എന്ന് പറഞ്ഞാൽ താപം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. സൗരോർജവും രാസോർജവും പ്രകാശോർജവും ഒക്കെ പോലെ താപവും ഒരു ഊർജമാണ്. ഇറ്റ് ഹാസ് നോ വെയ്റ്റ്, അതായത് ഹീറ്റിന് വെയ്റ്റ് ഇല്ല. When a substance heated, its temperature increases. അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ഒരു വസ്തുവിന് താപം കൊടുക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. ഹീറ്റും ടെമ്പറേച്ചറും വ്യത്യസ്തമാണ്. It can be transformed into other form of energy. ഈ ഒരു ഊർജ്ജരൂപത്തെ മറ്റൊരു ഊർജ്ജരൂപമായി ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ടർ ബോഡി ടു എ കോൾഡർ ബോഡി. എല്ലായ്പ്പോഴും ചൂടുള്ള ഒരു വസ്തുവിൽ നിന്നാണ് തണുത്ത വസ്തുവിലേക്ക് താപത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടിയ വസ്തുവിൽ നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ വസ്തുവിലേക്കാണ് ഹീറ്റ് ഫ്ലോ നടക്കുന്നത്. നമുക്കറിയാം, സാധാരണ ടെമ്പറേച്ചർ കൂടിയൊരു വസ്തു, നമ്മളിപ്പോൾ വാട്ടർ എടുത്തിട്ട് ഒരു ഹോട്ട് വാട്ടർ, നല്ല ചൂടുള്ള വെള്ളം ഒന്ന് തണുപ്പിക്കാൻ അല്ലെങ്കിൽ ചൂടാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കും ഒരു പാത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ചൂട് കൂടിയതിൽ നിന്ന് അതിലെ താപം ചൂട് കുറഞ്ഞ, അതായത് തണുപ്പുള്ള വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴാണ് അതിലെ ചൂട് കൂടിയ വെള്ളത്തിൻ്റെ ആ ഹീറ്റ് കുറഞ്ഞു വരുന്നത്, അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നത്. അതായത് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് അത് ട്രാൻസ്ഫർ ആവും. ഓക്കെ, ഹീറ്റ് ഈസ് മെഷേർഡ് യൂസിങ് കലോറിമീറ്റർ. കലോറിമീറ്റർ എന്നൊരു ഉപകരണം ഉപയോഗിച്ചാണ് ഹീറ്റ് മെഷർ ചെയ്യാറ്. അടുത്തതായി യൂണിറ്റ്സ് ഓഫ് ഹീറ്റ്. ഹീറ്റ് അളക്കുന്ന യൂണിറ്റുകൾ എന്തെല്ലാമാണ്? ഒന്നാമതായിട്ട് കലോറി. CGS, അതായത് CGS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. കലോറിയുടെ ഡെഫിനിഷൻ നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ത്രൂ 1 degree സെൻറ്റിഗ്രേഡ് ഓർ സെൽഷ്യസ്. 1 ഗ്രാം വെള്ളത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിൻ്റെ അളവിനെയാണ് കലോറി എന്ന് പറയുന്നത്. കിലോഗ്രാമിൽ അല്ലെങ്കിൽ കിലോഗ്രാം കലോറി ഇൻ MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൽ കിലോഗ്രാം കലോറിയാണ് ഹീറ്റിൻ്റെ യൂണിറ്റ്. CGS സിസ്റ്റത്തിലെ കലോറിയാണ്, MKS സിസ്റ്റത്തിൽ കിലോഗ്രാം കലോറിയാണ്. കിലോഗ്രാം കലോറി എന്നാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് വാട്ടർ ത്രൂ 1 degree സെൽഷ്യസ്. തൊട്ട് മുൻപ് പറഞ്ഞത് 1 ഗ്രാം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണെങ്കിലോ അല്ല, 1 gram ഓഫ് വാട്ടറിൽ 1 degree സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റാണ്. എന്നാൽ ഇവിടെ 1 kilogram ഓഫ് വാട്ടർ, 1 kilogram വാട്ടറിൽ 1 degree സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെയാണ് കിലോഗ്രാം കലോറി എന്ന്
പറയുന്നത്. അത് MKS സിസ്റ്റത്തിലെ യൂണിറ്റാണ്. ഇനി BTHU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. FPS സിസ്റ്റത്തിലെ ഉപയോഗിക്കുന്ന ഒരു ഹീറ്റിൻ്റെ യൂണിറ്റാണ് BTHU എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 1 ഫാരൻഹീറ്റ്. 1 പൗണ്ട് വെള്ളത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഉയർത്താൻ ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ഒരു BTH എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, 1 പൗണ്ട് ഓഫ് വാട്ടർ, 1 പൗണ്ട് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഫാരൻഹീറ്റ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റ്, അതാണ് BTHU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് CHU, സെൻറ്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. ഡിഫൈൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 pound ഓഫ് വാട്ടർ ത്രൂ 1 degree സെൽഷ്യസ്. അതായത് 1 degree സെൻറ്റിഗ്രേഡ്. സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ സെൻറ്റിഗ്രേഡ് എന്നും നമുക്ക് പറയാം. അതായത് നേരത്തെ 1 degree ഫാരൻഹീറ്റ് ആണ്, ഇവിടെ 1 degree സെൽഷ്യസ് ആണ്. CHU കൊണ്ട് അതായത് 1 degree സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ടെമ്പറേച്ചറിനെയാണ്. ഓക്കെ, 1 degree സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെയാണ്. ഇനി അടുത്തത് ഏതാണ്? ജൂളാണ്. എന്താണ് ജൂൾ? ജൂൾ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് ഹീറ്റാണ്. സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്. SI യൂണിറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻ്റർനാഷണൽ. SI യൂണിറ്റാണ്, ഹീറ്റിൻ്റെ SI യൂണിറ്റാണ് ജൂൾ. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഒരു കിലോ കലോറി എന്ന് പറഞ്ഞാൽ 1000 കലോറിയാണ്. 1 കിലോ കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂളായിരിക്കും? 4200 ജൂളാണ്. അതുപോലെ ഒരു BTHU എന്ന് പറഞ്ഞാൽ 252 കലോറിക്ക് തുല്യമാണ്. അതായത് ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളും ഒരു കിലോ കലോറി എന്ന് പറഞ്ഞാൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4200 ജൂളും. ഓക്കെ, ഒരു കിലോ കലോറി എന്ന് പറഞ്ഞാൽ എത്ര കലോറിയാണ്? 1000 കലോറിയാണ്. ഒരു BTHU എന്ന് പറഞ്ഞാൽ 252 കലോറിയാണ്. അടുത്തത് എന്തൊക്കെയാണ് ഹീറ്റിൻ്റെ എഫക്റ്റുകൾ എന്ന് നോക്കാം. ഇഫക്റ്റ് ഓഫ് ഹീറ്റ്: ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ സൈസ്, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ സ്ട്രക്ചർ, ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ദീസ് ആർ ദ എഫക്റ്റ് ഓഫ് ഹീറ്റ്. എന്തൊക്കെയാണ് ഇവയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് ഒരു വസ്തു ചൂടാക്കുമ്പോൾ, താപം കൊടുക്കുമ്പോൾ, അതായത് ഒരു വസ്തുവിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നു. നമുക്കറിയാം, ഒരു സാധാരണയായി ഇപ്പോൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിലെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. സോ ഹീറ്റിൻ്റെ ഒരു എഫക്റ്റാണ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അടുത്തത് ചേഞ്ച് ഇൻ സൈസ്. സോളിഡും ലിക്വിഡും ചൂടാക്കുന്ന സമയത്ത് ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അവരെ എക്സ്പാൻഡ് ചെയ്യും സൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ആവുന്നു. അപ്പോൾ സാധാരണ സോളിഡും ലിക്വിഡും ഒക്കെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും, അതായത് എക്സ്പാൻഡ് ചെയ്യും. അതിനെയാണ് അതിൻ്റെ സൈസിൽ ചേഞ്ച് വരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ബേസിക്കലി പദാർത്ഥത്തിന് 3 സ്റ്റേറ്റാണുള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, ദെൻ ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, എന്താ, നമ്മളിപ്പോൾ ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് എടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ലിക്വിഡ് വാട്ടർ ആണെന്ന് കൺസിഡർ ചെയ്യൂ. ഈ വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്
കുറേ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും, ദാറ്റ് ഈസ് നീരാവിയായിട്ട് പോകും അല്ലേ? അപ്പോൾ അതായത് വാട്ടർ എന്ന സ്റ്റേറ്റിൽ നിന്നും അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറി. ഇനി ഇതേപോലെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നത്, ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ വാട്ടറിൻ്റെ തന്നെ ടെമ്പറേച്ചർ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ തണുപ്പ് കൂടും, ദാറ്റ് ഈസ് അത് എന്തായി മാറും? ഐസായിട്ട് മാറും. ഐസ് ഈസ് എ സോളിഡ് ഫോം. സോ ലിക്വിഡ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലേക്ക് മാറി. ഈ സോളിഡിന് പിന്നെയും നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക? വാട്ടറായിട്ട് മാറും, ദാറ്റ് ഈസ് എഗെയിൻ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. സോ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നു. സോളിഡ് ലിക്വിഡ് ആവാം, ലിക്വിഡ് ഗ്യാസ് ആവാം, അങ്ങനെ അതിൻ്റെ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ സ്ട്രക്ചറാണ് നെക്സ്റ്റ് പോയിന്റ്. ചേഞ്ച് ഇൻ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സൊക്കെ ഉപയോഗിച്ചിട്ട് മെറ്റൽസിനെ ചൂടാക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വരും. അതായത് അതിൻ്റെ കെമിക്കലായിട്ടുള്ള സ്ട്രക്ചറിന്, അതായത് ഗ്രാനുലാർ സ്ട്രക്ചറിനാണ് മാറ്റം വരുന്നത്. ഇപ്പോൾ സ്റ്റീലിൻ്റെ കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാനുലാർ സ്ട്രക്ചറിനാണ് മാറ്റം വരിക. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റലിനെ അതിൻ്റെ കാഠിന്യോ അല്ലെങ്കിൽ അതിൻ്റെ സൈസ്, സ്ട്രക്ചർ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ചൂടാക്കിയിട്ട് മാറ്റം വരുത്തുന്നതിനാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാറ്. അപ്പോൾ അങ്ങനെ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരും. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞത് ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആയിരുന്നു. ഇനി അടുത്തത് ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അതായത് മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ്, ഇതൊക്കെ മാറ്റം വരും. ഏതൊരു വസ്തുവിൻ്റെയും ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, അത് ഉരുകാനുള്ള പോയിൻ്റ്, അല്ലെങ്കിൽ ഹീറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ്, ചൂടാവാനുള്ള പോയിൻ്റ്, അതൊക്കെ എന്ത് ചെയ്യാം? മാറ്റം വരാം. ഓക്കെ, സോ ദീസ് ആർ ദ ഇഫക്റ്റ് ഓഫ് ഹീറ്റ്. നെക്സ്റ്റ് ഈസ് specific heat. The quantity of heat required to raise the temperature of 1 gram of substance to 1 degree Celsius. അതായത് ഏതൊരു സബ്സ്റ്റൻസും 1 ഗ്രാം എടുത്തെന്ന് വിചാരിക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റ്. ഇപ്പോൾ ഇനീഷ്യൽ ഹീറ്റ് എന്ന് പറയുന്നത് 4 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോളൂ. അതിനെ 5 ഡിഗ്രി ആക്കി മാറ്റുക, അതായത് 1 ഡിഗ്രി ചേഞ്ച് വരുത്തി. അങ്ങനെ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ്, സ്മോൾ ലെറ്റർ എസ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1 കലോറി. 1 കലോറിയാണ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഓഫ് അലുമിനിയത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 0.22 കലോറിയാണ്. കോപ്പറിൻ്റെ ആണെങ്കിലോ 0.1 കലോറിയാണ്. ഇനി അയണിൻ്റെ സ്പെസിഫിക് ഹീറ്റോ 0.12 കലോറിയാണ്. ഓക്കെ, അടുത്തത് തെർമൽ കപ്പാസിറ്റി. It is the amount of or quantity of heat required to rise the temperature of substance through 1 degree Celsius. ഒരു പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിൻ്റെ അളവ്, അതിനെയാണ് തെർമൽ കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്പെസിഫിക് ഹീറ്റുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പദാർത്ഥത്തിൻ്റെ യൂണിറ്റ് മാസ് അല്ല എടുക്കാറ്, ഹോൾ മാസിൻ്റെ, അതായത് ഹോൾ മാസ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് തൊട്ട് മുൻപ് പറഞ്ഞ ഡെറിവേഷൻ അല്ലെ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള
അതേ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ടു 1 ഡിഗ്രി സെൽഷ്യസ്. ബട്ട് എന്താണ് വ്യത്യാസം? നമ്മൾ ഹോൾ മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചറാണ് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്തുന്നത്. Thermal capacity is equal to m into s calorie, ms calorie, where m is the mass, s is the specific heat. അതായത് തെർമൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ചെയ്താൽ മതി. ഇനി calorific value. Calorific value is the amount of heat released by the complete combustion of a unit quantity of fuel. ഒരു ഫ്യൂവലിൻ്റെ യൂണിറ്റ് ക്വാണ്ടിറ്റി എടുക്കുക, അത് പൂർണ്ണമായും ജ്വലിച്ച് റിലീസ് ചെയ്യുന്ന ഹീറ്റ്, അതിൻ്റെ എമൗണ്ട്, അതാണ് കലോറിഫിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു ഫ്യൂവലിൻ്റെ യൂണിറ്റ് ക്വാണ്ടിറ്റി എടുക്കുക, അതായത് യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് അത്രയും എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ജ്വലിച്ച് റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ്, അതാണ് കലോറിഫിക് വാല്യൂ. അടുത്തത് വാട്ടർ ഇക്വലൻറ്റ്. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വാട്ടർ വിച്ച് വിൽ അബ്സോർബ് ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആസ് ദ ഗിവൺ സബ്സ്റ്റൻസ് ഫോർ ദ സെയിം ടെമ്പറേച്ചർ റൈസ്. ഒരു പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് എത്രയാണോ ഉയർത്തിയത് അതേ ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മാസ് ഓഫ് വാട്ടറാണ് വാട്ടർ ഇക്വലൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ടർ ഇക്വലൻ്റ് ഈക്വൽ ടു മാസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് സബ്സ്റ്റൻസ്, m ഇൻറ്റു എസ് ചെയ്താൽ വാട്ടർ ഇക്വലൻ്റ് ലഭിക്കുന്നതാണ്. അടുത്തത് ടൈപ്സ് ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സെൻസിബിൾ ഹീറ്റ്, 2 ലേറ്റൻ്റ് ഹീറ്റ്. എന്താണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ? സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഗിവൺ ഓഫ് ബൈ എ സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്. ഫിസിക്കൽ സ്റ്റേറ്റിന് വ്യത്യാസം വരാതെ ഒരു പദാർത്ഥം അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ സ്റ്റേറ്റിൽ മാറ്റം വരില്ല, അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴോ റിലീസ് ചെയ്യുമ്പോഴോ ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് വരില്ല. അങ്ങനെ ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് വരാതെ എത്രത്തോളം ഹീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിനെയാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് സെൻസിബിൾ. ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ ദ വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഇൻ ദ തെർമോമീറ്റർ. തെർമോമീറ്ററിലെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും സെൻസിബിൾ ഹീറ്റിൽ. ഓക്കെ, ഇനി അടുത്തത് ലാറ്റൻ്റ് ഹീറ്റാണ്. എന്താണ് ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ അബ്സോർബ്ഡ് ഓർ ഗിവൺ ഓഫ് it is the heat absorbed or given off by a substance during a change of physical state. അതായത് ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് വരുമ്പോൾ റിലീസ് ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഹീറ്റിനെയാണ് ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ചേഞ്ചിന്, ഫിസിക്കൽ സ്റ്റേറ്റിന്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ സ്റ്റേറ്റ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ്. ആ ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് വരുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ഹീറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എത്രയാണ്? 80 kcal/gram. ലാറ്റൻ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഐസ് എന്ന് പറയുന്നത്
കലോറി പെർ ഗ്രാം ആണ്. ഇനി ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം അത് 540 കലോറി പെർ ഗ്രാം ആണ്. ഓക്കെ, ലാറ്റന്റ് ഹീറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നും കൂടി പറഞ്ഞു തരാം. ഫിസിക്കൽ സ്റ്റേറ്റിന് ചേഞ്ച് വരുമ്പോൾ റിലീസ് ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഹീറ്റിനെയാണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 തരത്തിൽ സ്റ്റേറ്റ് ചേഞ്ച് ആവാം. ഒന്ന് ലിക്വിഡ്, പിന്നെ ലിക്വിഡായിട്ട് മാറുന്നത്, അതായത് ലിക്വിഡായിട്ട് മാറുന്നത്, സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്നത്, അതായത് ലിക്വിഡ് വേപ്പറായി മാറുന്നത്, ഗ്യാസായി മാറുന്നത്. 2 തരത്തിൽ ഡിഫൈൻ ചെയ്യുന്നത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസും ലാറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീമും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 80 കലോറി പെർ ഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അവിടെ ലാറ്റന്റ് ഹീറ്റ് വാട്ടറിൻ്റെ കേസിൽ 540 കൂടിയാണ്. അതായത് വാട്ടർ സ്റ്റീം ആവണമെങ്കിൽ 540 കലോറി പെർ ഗ്രാം ആണ്. അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള വാക്കായിരിക്കും അല്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? താപനില. ഹീറ്റ് താപമാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ താപനിലയാണ്. ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിന് എത്രമാത്രം ചൂടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം തണുപ്പുണ്ട് എന്നതാണ് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മെഷർ ചെയ്താലാണ് നമുക്ക് ടെമ്പറേച്ചർ ലഭിക്കുക. ഒരു വസ്തുവിന് എത്രമാത്രം കോൾഡ്നെസ് ഹോട്ട്നെസ് ഉണ്ട് എന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് യൂസിങ് തെർമോമീറ്റർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യുക തെർമോമീറ്റർ ഉപയോഗിച്ചാണ്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് ആണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാറ്, എത്ര ഉണ്ടെന്നുള്ളത്. അത് ക്ലിനിക്കൽ തെർമോമീറ്ററാണ്. ദെൻ നെക്സ്റ്റ് ടെമ്പറേച്ചർ മെഷറിംഗ് സ്കെയിൽസ് ആണ്. ടെമ്പറേച്ചർ മെഷറിംഗ് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെയിലുകൾ ഉപയോഗിക്കും. നമ്മൾ സാധാരണ ഒരു എന്തെങ്കിലും വാല്യൂ മെഷർ ചെയ്യാൻ, ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു സ്കെയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇവിടെ ടെമ്പറേച്ചറും നമുക്ക് അളക്കാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കെയിലുകൾ യൂസ് ചെയ്യാം. അതിന് സെൻറ്റിഗ്രേഡ്, ഫാരൻഹീറ്റ്, കെൽവിൻ, റൂമർ ഇങ്ങനെയുള്ള സ്കെയിലുകളാണ് ഉപയോഗിക്കാറ്. ഓക്കെ, ദെൻ temperatures are calibrated between 2 fixed reference point, freezing point and boiling point. ടെമ്പറേച്ചർ സ്കെയിലിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിക്സിംഗ് പോയിൻറ്റ് ലാസ്റ്റ് എൻഡിങ് പോയിൻറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ 2 പോയിൻറ്റുകളാണ്, ഒന്ന് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും രണ്ടാമത്തത് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിലുകൾ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? സെൻറ്റിഗ്രേഡ്, ഫാരൻഹീറ്റ്, കെൽവിൻ, റൂമറാണ്. ഓരോന്നിലും ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ബോയിലിംഗ് പോയിൻറ്റും ഫ്രീസിംഗ് പോയിൻറ്റും ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫ്രീസിംഗ് പോയിൻറ്റ് സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും കെൽവിനും റൂമറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വാട്ടറിൻ്റെ കേസിലാണ് തന്നിട്ടുള്ളത്. വാട്ടറിൻ്റെ സെൻറ്റിഗ്രേഡ് എത്രയാണ്, ഫാരൻഹീറ്റ് എത്രയാണ്, കെൽവിൻ എത്രയാണ്, റൂമർ എത്രയാണ് എന്ന്, അതേപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കെൽവിൻ എത്രയാണ്, ഫാരൻഹീറ്റ് എത്രയാണ് എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സെൻറ്റിഗ്രേഡ്. ഫ്രീസിംഗ് പോയിൻ്റ് സെൻറ്റിഗ്രേഡിൽ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതേപോലെ സെൻറ്റിഗ്രേഡിൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതായത് വാട്ടർ ബോയിൽ ചെയ്യാൻ ആവശ്യമായ പോയിൻറ്റ് 100 ഡിഗ്രി. നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ തിളനില എന്ന് പറയും, ബോയിലിംഗ് പോയിൻ്റ് അല്ലേ. തിളയ്ക്കാൻ ആവശ്യമായത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഐസ് ആവാൻ ആവശ്യമായത് അത് 0 ഡിഗ്രിയാണ്.
അത് സെൽഷ്യസ് കേസിൽ, അഥവാ സെൻറ്റിഗ്രേഡ് കേസിൽ. ഇനി ഫാരൻഹീറ്റിൽ എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് എത്രയാണ്? 32F. 32 ഫാരൻഹീറ്റിൽ അത് ഐസാവും. 212 212 ഫാരൻഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ബോയിലാവും, ബോയിലിംഗ് പോയിൻ്റ്. അതായത് നമുക്ക് മനസ്സിലാക്കാം 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 32 ഫാരൻഹീറ്റിന് ഈക്വലാണ്. അതേപോലെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 212 ഫാരൻഹീറ്റിന് തുല്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ കെൽവിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റ് ഏതൊക്കെയാണ്? കെൽവിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 273 കെൽവിനും ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 373 കെൽവിനുമാണ്. ഓക്കെ. സിമിലർലി റൂമറിലോ? റൂമറിൽ 0 ആണ് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുള്ള 0 ഡിഗ്രി 32 ഫാരൻഹീറ്റ് 273 കെൽവിൻ 0 R എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂസ് ആണ്. അപ്പോൾ പരസ്പരം തുല്യമാണ്. ദാറ്റ് ഈസ് ഫ്രീസിംഗ് പോയിൻറ്റ്. ഇനി ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് 212 ഫാരൻഹീറ്റ് 373 കെൽവിൻ 80 R എന്നൊക്കെ പറഞ്ഞാൽ ഈക്വൽ വാല്യൂസ് ആണ്. അത് സെൻറ്റിഗ്രേഡിലും ഫാരൻഹീറ്റിലും കെൽവിനും റൂമറിലുള്ള വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റുകളാണ്. ഓക്കെ. ഇനി നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷനിൽ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കെൽവിൻ. കെൽവിൻ ഈസ് ഈക്വൽ ടു സെൻറ്റിഗ്രേഡ് പ്ലസ് 273. നമുക്ക് ആകെ ഒരു സെൻറ്റിഗ്രേഡ് വാല്യൂ അറിയുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഒരു ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ ആണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ കെൽവിനിലോട്ട് മാറ്റാൻ സാധിക്കും. എങ്ങനെയാണ് മാറ്റുന്നത്? സെൻറ്റിഗ്രേഡ് തന്നിട്ടുള്ള സെൻറ്റിഗ്രേഡ് വാല്യൂവിനെ 273 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെൽവിൻ വാല്യൂ ലഭിക്കുന്നു. അതായത് സെൻറ്റിഗ്രേഡ് പ്ലസ് 273 ആണ് കെൽവിൻ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ 10 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ് അഥവാ 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ ഈ 10നോട് കൂടി 273 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 283 കെൽവിൻ. അതായത് നമുക്ക് ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് കൂടി 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലുള്ള വാല്യൂ ആയിരിക്കും. അതുപോലെ ഫാരൻഹീറ്റിലുള്ള സെക്കൻഡ് പോയിന്റ് നോക്കൂ. ഫാരൻഹീറ്റിലുള്ള വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ സാധിക്കും. അതായത് 180 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്. അപ്പോൾ 1 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 5/9 സെൽഷ്യസ് ആണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഓക്കെ. 1 ഡിഗ്രി ഫാരൻഹീറ്റ് എങ്ങനെ ലഭിച്ചത്? 180ന് 1 തൊട്ട് സെക്കൻഡ് പോയിന്റിൽ 180ന് 1 ആക്കണമെങ്കിൽ ഇക്വേഷന് അപ്പുറത്തും ഇപ്പുറത്തും 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5/9 ലഭിക്കുന്നു. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 1 ലഭിക്കുന്നു. സോ 1 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 5/9 ഡിഗ്രി സെൽഷ്യസ്. സിമിലർലി 1 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 9/5 ഫാരൻഹീറ്റ്. അതായത് അത് തിരിച്ചിട്ടതാണ്, അത് റെസിപ്രോക്കൽ എടുത്തത്. 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 9/5 ഫാരൻഹീറ്റ് ആണ്. ഓക്കെ. അടുത്തതായി ടെമ്പറേച്ചറിൻ്റെ കൺവേർഷൻ ഫോർമുലയാണ്. ഇതെല്ലാം ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞ എല്ലാ വാല്യൂസും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് C/5 is equal to F minus 32 divided by 9, which is equal to R/4, and that is equal to K minus 273 divided by 5. ഇതിൽ C എന്ന് പറയുന്നത് സെൻറ്റിഗ്രേഡും അതായത് ഡിഗ്രി സെൽഷ്യസും, എഫ് എന്ന് പറയുന്നത് ഫാരൻഹീറ്റും, ആർ എന്ന് പറയുന്നത് റൂമറും, കെ എന്ന് പറയുന്നത് കെൽവിനുമാണ്. ഇപ്പോൾ നമുക്ക് ഒരു ടെമ്പറേച്ചർ വാല്യൂ തന്നിട്ട് അതിനെ മറ്റൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന 4 വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ, 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ. അതായത് ഫോർ എക്സാമ്പിൾ കൺവേർട്ട് ഇൻ ടു സെൻറ്റിഗ്രേഡ് 81 ഫാരൻഹീറ്റ്.
കൺവേർട്ട് ഇൻ ടു സെൻറ്റിഗ്രേഡ്. സെൻറ്റിഗ്രേഡിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. എന്തിനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 81F 81 ഫാരൻഹീറ്റ് എന്ന വാല്യൂവിനെ സെൻറ്റിഗ്രേഡിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഏതാണ്? എഫ് ആണ് തന്നിട്ടുള്ളത്, 81F. ഇനി മാറ്റേണ്ടത് ഏതിലേക്കാണ്? സി ആയിട്ടുള്ള സെൻറ്റിഗ്രേഡിലേക്ക്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എഫും സിയും മാത്രമുള്ളതാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റിൽ എന്തൊക്കെ ഇക്വേഷൻ? C/5 ഈസ് ഈക്വൽ ടു F - 32 ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു R/4 വിച്ച് ഈസ് ഈക്വൽ ടു K - 273 ഡിവൈഡ് ബൈ 5 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? സി ഉള്ളതും എഫ് ഉള്ളതും മാത്രം ചൂസ് ചെയ്ത് എടുത്തെഴുതുക. സി ഉള്ളത് പറയുമ്പോൾ C/5 ആണ്, അതായത് C/5. തൊട്ട് താഴെ ലാസ്റ്റ് ലൈൻ നോക്കൂ, C/5 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി എഫ് ഉള്ള ഇക്വേഷൻ ഏതാണ്? F - 32 ഡിവൈഡ് ബൈ 9. അപ്പോൾ ആ രണ്ടെണ്ണം, അത് രണ്ടും എടുത്തെഴുതുന്നു. ഇത് ഉപയോഗിച്ചിട്ട് എഫിൻ്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 81 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് സെൻറ്റിഗ്രേഡിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് നമുക്കിവിടെ സൊല്യൂഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം സൊല്യൂഷൻ. സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. എക്സാമ്പിൾ 1-ൽ പറഞ്ഞുള്ള സെയിം ക്വസ്റ്റ്യൻ. കൺവേർട്ട് 81 ഫാരൻഹീറ്റ് ഇൻ ടു ഡിഗ്രി സെൽഷ്യസ്. അതായത് തന്നിരിക്കുന്നതിന് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മാറ്റാനാണ്. അപ്പോൾ 81 ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുള്ളത്. സൊല്യൂഷൻ നോക്കുക, 81 ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്. ടേക്ക് ദ റിലേഷൻ C/5 ഈസ് ഈക്വൽ ടു F - 32 ഡിവൈഡഡ് ബൈ 9. ആ റിലേഷനാണ് നമ്മൾ എടുക്കുന്നത്. കാരണം സിയും എഫും അടങ്ങുന്ന റിലേഷനാണ് നമുക്ക് വേണ്ടത്. അത് ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എഫ് വാല്യൂ തന്നിട്ടുണ്ട് 81 എന്നത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് C/5 ഈസ് ഈക്വൽ ടു 81 - 32 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, ദെൻ സി ഈസ് ഈക്വൽ ടു, അടുത്തത് എന്താണ്? സി ഈസ് ഈക്വൽ ടു നമുക്കതിൽ നിന്ന് 49 ഇൻറ്റു 5/9 എന്ന് ലഭിക്കുന്നു. എങ്ങനെയാണത്? 49 എങ്ങനെയാണ് വന്നത്? തൊട്ട് മുന്നത്തെ ലൈനിൽ 81 - 32 ചെയ്ത് കഴിഞ്ഞാൽ 81-ൽ നിന്ന് 32 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ലഭിക്കുന്നത്? 49. ഇനി 5/9 എങ്ങനെ വന്നത്? C/5-ലെ ഡിവൈഡഡ് ബൈ 5-നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറുന്നു. സോ ഇൻറ്റു 5/9 ആയി മാറും. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ള 5 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിലാവും. സോ 49 ഇൻറ്റു 5/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 27.22 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ 27.22 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ആൻസറായിട്ട് ലഭിച്ചത്. ഓക്കെ, എക്സാമ്പിൾ 2. രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. കൺവേർട്ട് ഇൻ ടു ഫാരൻഹീറ്റ്. 110 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 110 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്തിലേട്ടാണ് മാറ്റേണ്ടത്? ഫാരൻഹീറ്റിലോട്ടാണ് മാറ്റേണ്ടത്. തന്നിട്ടുള്ള വാല്യൂ എന്താണ്? സി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ സിയും എഫും ഉള്ള ഇക്വേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. എഫ് ഫാരൻഹീറ്റ് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എഫും സിയും ഉള്ള ഇക്വേഷൻ എടുക്കുന്നു. സൊല്യൂഷൻ നോക്കൂ, 110 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നിട്ടുണ്ട്. ടേക്ക് ദ റിലേഷൻ C/5 ഈസ് ഈക്വൽ ടു F - 32 ഡിവൈഡ് ബൈ 9. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഏതാണ്? സി ആണ് തന്നിട്ടുള്ളത്. സോ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ നോക്കും, 110 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു F - 32 ബൈ 9. ഓക്കെ, എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല, സി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എത്ര കിട്ടുക? 22. സോ 22 ഈസ് ഈക്വൽ ടു F - 32 ബൈ 9 വരും. ഓക്കെ, ഇനി ആ ഡിവൈഡഡ് ബൈ 9 നമ്മൾ എന്ത് ചെയ്തു? ഈ 22ൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ 9 എന്നുള്ളത് ഇൻറ്റു ആയി മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ 22 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു F - 32 എന്നായി മാറും. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എഫ് മാത്രമാണ് ലഭിക്കേണ്ടത്. സോ ആദ്യം 22 ഇൻറ്റു 9 ചെയ്യുന്നു, അപ്പോൾ 198 ലഭിക്കും. ഇനി ഈ 32-നെ -32-നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ +32 ആയി മാറും. സോ 190 F ഈസ് ഈക്വൽ ടു 198 + 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 230 ഫാരൻഹീറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് 110 ഡിഗ്രി സെൽഷ്യസ് ഏതിന് ഈക്വലാണ്? 230 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വലാണ്, തുല്യമാണ്. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ 3 നോക്കൂ. എക്സാമ്പിൾ 3-ൽ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ ആയിട്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ആസ് എൻ അസൈൻമെൻറ്റ് പോലെ ചെയ്തോളൂ.
വേറെ അസൈൻമെൻറ്റും തരാം. അതുകൂടാതെ ഈ അസൈൻമെൻറ്റ് ഇതും ഒരു അസൈൻമെൻറ്റ് ആയിട്ട് ചെയ്തോളൂ. അസൈൻമെൻറ്റ് കൂടെ ഇതും കൂടി എഴുതിക്കൊണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ട് 290 കെൽവിൻ ഇൻടു ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ കെൽവിനാണ് തന്നിട്ടുള്ളത്, 290 കെൽവിൻ തന്നിട്ടുണ്ട്. ഇനി എന്തിലേക്കാണ് മാറ്റേണ്ടത്? ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അപ്പോൾ ടേക്ക് ദ റിലേഷൻ, സിയും കെയും ഉള്ള റിലേഷൻ ചൂസ് ചെയ്യുന്നു. സി ഉള്ളത് പറയുമ്പോൾ C/5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു K മൈനസ് 273/5. നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഇക്വേഷനിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? കെ ഉള്ള ഇക്വേഷനെ എടുത്തെഴുതുന്നു. K മൈനസ് 273/5 എന്നുള്ളത്. ഇനി എന്ത് ചെയ്യുന്നു? കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് C/5 ഈസ് ഈക്വൽ ടു 290. കെയുടെ വാല്യൂ 290 ആണ്. അപ്പോൾ 290 മൈനസ് 273/5. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എളുപ്പത്തിന് ആൻസർ കിട്ടണമെങ്കിൽ, ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പൊന്നും നോക്കണ്ട. ആൻസർ 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അടിയിലുള്ള 5ഉം അങ്ങ് കട്ട് ചെയ്യുക. ഓക്കെ, അടിയിലുള്ള 5ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 290 273 അങ്ങ് മൈനസ് ചെയ്യാം. അപ്പോൾ ബാക്കി 17 കിട്ടും. അങ്ങനെയാണ് ഡയറക്റ്റ് ആൻസർ എഴുതുക. അല്ല എന്നുള്ളവർ എന്ത് ചെയ്യാം? ഈ C/5 ഈസ് ഈക്വൽ ടു 290 മൈനസ് 273/5 രണ്ട് ഇക്വേഷൻ്റെ മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C × 5 ഈസ് ഈക്വൽ ടു 5 × 17 എന്ന് ലഭിക്കും. ഓക്കെ, അതായത് C എന്ന് പറഞ്ഞാൽ ഈ 5നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 17 × 5/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 17. ഓക്കെ, സെയിം വാല്യൂ തന്നെയാണ്. നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 17 ഡിഗ്രി സെൽഷ്യസ് എന്ന് ലഭിക്കുന്നു. 5ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാവുന്നതാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക് യു.